അതെ, ഇന്ന് നമുക്കൊരു ചീരയുപ്പേരി ഉണ്ടാക്കിയാലോ. നമ്മുടെ ഗാർഡനിൽ തന്നെ വളർന്നു വന്ന ചീരയാണ്. അതിൽ നിന്ന് ഒരു പിടി കട്ട് ചെയ്ത് നമ്മളിവിടെ കഴുകി വെള്ളമൊക്കെ തോർന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് കുനുകുനേന്നൊന്ന് അരിഞ്ഞെടുക്കണം. ഒരു കട്ടിംഗ് ബോർഡിലോ കയ്യിലോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് അത് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മട്ടേരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ ഉപ്പും 2-3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചീരയുപ്പേരി, ചീരമെഴുക്കുരട്ടി ഒക്കെ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പം നമ്മുടെ ചീര ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 പിടി ചിരകിയ നാളികേരം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു മിനിറ്റ് കൂടി ഇത് ഒന്ന് അടച്ചു വെക്കുവാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചീരയുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചീരത്തോരനേക്കായും എനിക്കിഷ്ടം ഇങ്ങനെ ചീരയുപ്പേരി ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ബൈ.